അല്ലാഹു തആല പേടിപ്പിക്കണമെന്ന് കരുതിയിട്ട് പേടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. ആ പേടിപ്പിക്കൽ ഇനി വരാൻ പോണുള്ളൂ. ഇപ്പൊ എന്താ സംഭവം? വയനാട്ടിൽ കുലുങ്ങി നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കാണുകയാണ്. അന്നത്തത് അതല്ല, ശരിയായൊരു പേടിപ്പിക്കൽ ഇവിടെ വരാൻ പോകുന്നുണ്ട്. സൂറത്തു സൽസലയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ വഖാലൽ ഇൻസാൻ. മനുഷ്യരായ മനുഷ്യരൊക്കെ അന്തം വിട്ടുകൊണ്ട് ചോദിക്കും, മാലഹാ, എന്തു പറ്റിപ്പോയി ഭൂമി അമ്മക്ക എന്ന് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അത് വരാനുണ്ട്. അന്ന് അത് ചോദിക്കാത്തോലെ ആരുണ്ടാവില്ല. ഇങ്ങപ്പുറത്ത് നിന്ന് വീഡിയോ ചെയ്യാൻ ആളുണ്ടാവില്ല. ഇപ്പൊ വീഡിയോ ചെയ്യാൻ ആളുണ്ട്, പോകാൻ ആളുണ്ട്, പകർത്താൻ ആളുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ബേജാറാ. ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ചൂരൽമല കുലുക്കി തുപ്പി. എന്നാൽ ഇനി അതല്ല പറയാൻ പോകുന്നത്. സൂറത്തുൽ ഇൻഷിഖാഖില് അല്ലാഹു പറഞ്ഞ ആ രംഗൊന്ന് നോക്ക്. വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഭൂമിയിലുള്ള എല്ലാം തകർന്ന് ഭൂമി വിശാലമായ ഒരു മരുഭൂമിയായി മാറുക. കുന്നും മലയൊക്കെ പൊളിയ, എല്ലാം അടിച്ചു നിരപ്പാക്കി. ഭൂമി അതിന്റെ വയറ്റിലുള്ളതൊക്കെ പുറത്തേക്ക് തുപ്പി, അതിന്റെ വയറ് ഫുള്ള് കാലിയാകുന്ന ഒരു ദിവസം. ആ പ്രയോഗത്തിനാണ് അടിവരയിടേണ്ടത്. ഭൂമി കാലിയാകുന്ന ഒരു ദിവസം. അകത്തൊന്നും ഉണ്ടാവില്ല, എല്ലാം പുറത്തേക്ക് വരികയാണ്. ചൂരൽമലയിലുള്ളത് വന്നപ്പോഴേക്ക് കണ്ടില്ലേ നിങ്ങൾ ദുരന്തം? കിലോമീറ്ററുകളാണ് ഒലിച്ചങ്ങ് പോയത്. എല്ലാം പോയി. അപ്പൊ എല്ലാ ഭൂമി മൊത്തം ഇങ്ങനെ കുലുക്കി തുപ്പുന്ന ഒരു ദിവസം എത്ര ഭീകരായിരിക്കും ആ ദിവസം. ആലോചിക്കാൻ കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ അതിനെപ്പറ്റി? അപ്പൊ അല്ലാഹു പറയാണ്, ഈ നിങ്ങളിപ്പം മരിക്കുന്നത് വരെ ഖിയാമത്ത് നാളിന്റെ മുമ്പ്, വലിയ ഖിയാമത്തിന്റെ മുമ്പ് നിങ്ങൾ കാണുന്ന ഇടയ്ക്കിടെ നൽകുന്ന ഈ ഒരു സൂചന ദുരന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദുരന്തങ്ങളൊക്കെ ടെസ്റ്റ് ഡോസ് മാത്രമാണ്. വേറെ സ്ഥലത്ത് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. ജനങ്ങളുടെ പേക്കൂത്തുകൾ കാരണം കടലിലും കരയിലും മുസീബത്തുകൾ വരും, ഫിത്നകൾ വരും, കുഴപ്പങ്ങൾ തലപൊക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. അതാണ് ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് ഡോസ് മാത്രമേ ഉള്ളൂ. അല്ലാഹു പറഞ്ഞു, അത് അവർക്ക് ബഅദല്ലദീ അമിലൂ, അവർ കാട്ടിക്കൂട്ടിയതിന്റെ ചില പ്രയാസങ്ങൾ അവർക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. ടെസ്റ്റ് ഡോസേ തരുന്നുള്ളൂ. നമ്മൾ ഏത് വലിയ ദുരന്തം പറഞ്ഞാലും അതൊക്കെ ടെസ്റ്റ് ഡോസ് ആണ്. പിന്നെ ഈ ഒന്നായിട്ടുള്ള കുലുക്കിത്തുപ്പൽ വരാൻ പോകുന്നുള്ളൂ. അതിന്റെ മുമ്പ് വരുന്നതൊക്കെ അതാണ്, ടെസ്റ്റ് ഡോസ് മാത്രമാണ്. എന്നിട്ട് അവിടെയും അല്ലാഹു പറഞ്ഞു, ലഅല്ലഹും യർജിഊൻ, വരും അടങ്ങുമെന്ന് കരുതിയിട്ടാണ്. അവിടെയുണ്ട് ലഅല്ലഹും യർജിഊൻ. വബലൗനാഹും ബിൽഹസനാതി വസയ്യിആതി ലഅല്ലഹും യർജിഊൻ. അവിടെയുണ്ട് ലഅല്ലഹും യർജിഊൻ. ഇനി നമ്മൾ ഓതി വെച്ച ആയത്ത് നോക്ക് നിങ്ങൾ. അല്ലാഹു പറയാണ്, അങ്ങനെ ദുരന്ത മുഖത്ത് ജീവിക്കുന്ന മനുഷ്യരോട് വബശ്ശിരിസ് സ്വാബിരീനല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ. വബശ്ശിരിസ് സ്വാബിരീൻ, നബിയെ തങ്ങൾ ക്ഷമാശീലർക്ക് ഒരു ഗുഡ് ന്യൂസ് തങ്ങൾ അറിയിച്ചു കൊടുക്കണം, ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. ദുരന്ത മുഖത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് തങ്ങൾ ഒരു ബിഷാറത്ത് നൽകണം, ഒരു ഗുഡ് ന്യൂസ് നൽകണം. എന്താണ് അത്? ആ സന്തോഷ വാർത്ത ആർക്കാണ് അത് നൽകേണ്ടത്? സന്തോഷ വാർത്ത പിന്നെ പറയുന്നുള്ളൂ. ആർക്കാ നൽകേണ്ടത്? ക്ഷമയുള്ളവർക്ക്. ആരാണ് ആ ക്ഷമയുള്ളവർ? ഖാലൂ ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദുരന്തം അവർക്ക് വന്നുപെട്ടാൽ ഉടനെ പിശുക്കില്ലാതെ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, ഞങ്ങൾക്കൊരു വെപ്പുണ്ടായിരുന്നു, ഈ ലോകത്തിനൊരു നിയന്താവില്ല, ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കുട്ടിപ്പടച്ചോന്ന് ഇങ്ങനെ തോന്നലുണ്ടായിരുന്നു. അല്ല, തിരുത്തി, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്, ഞങ്ങൾക്കൊരു ഉടമയുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബോധ്യപ്പെടലിന്റെ കമ്മി കൊണ്ട്, ഈ ഒരു ബോധ്യപ്പെടലിന്റെ അഭാവം കൊണ്ടും
ഞങ്ങളിൽ പലരും റൂട്ട് തെറ്റിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളിതാ ആ റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ തയ്യാറാണ് എന്ന് ദുരന്തമുഖത്ത് ആര് പറയുന്നുണ്ടോ അവരോട് നബിയെ തങ്ങൾ അവർക്ക് തങ്ങളൊരു ഗുഡ് ന്യൂസ് കൊടുക്കണം. എന്താണത്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അല്ലാഹുവിന്റെ കരുണാ കടാക്ഷങ്ങൾ അവരെ പൊതിയും. അവർക്ക് കൂടുതൽ ഹിദായത്തിന്റെ വെളിച്ചത്തിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞേക്കുക. അപ്പൊ എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ നാവുകൊണ്ട് ഇങ്ങനെ പറയാ വേണ്ടത്. മുസീബത്ത് വരുമ്പോ പറയണം, അത് പറയേണ്ടതാണ് ആ വാക്ക് ഇന്നാ ലില്ലാഹി. പക്ഷെ അത് നാവുകൊണ്ട് പറയൽ മാത്രമല്ല, അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. ഞങ്ങൾക്കൊരു ഉടമയുണ്ട്, ഇന്നാ ലില്ലാഹ്. ഞങ്ങൾ അവന്റെ ഓണർഷിപ്പിലാണുള്ളത്. ഞങ്ങളല്ല ഈ ഭൂമിയുടെ ഓണർ. ഞങ്ങൾക്കിവിടെ ഈ കാണുന്ന ഓണർഷിപ്പിലൊന്നും ഒരർത്ഥവുമില്ല. യഥാർത്ഥ ഓണർ പടച്ചോനാണ്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് ഞങ്ങള് വന്ന തെറ്റുകളൊക്കെ സമ്മതിച്ച് പറഞ്ഞ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇവിടെ സന്തോഷ ജീവിതം നൽകുന്നു. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ.